കേരളത്തിന്റെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ഏതാനും ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? കായിക കേരളത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഗോദവർമ്മ രാജ അഥവാ GV രാജ. ഉത്തരം ഗോദവർമ്മ രാജ. അടുത്ത ചോദ്യം, സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ഒക്ടോബർ 13. ഉത്തരം ഒക്ടോബർ 13. ഒക്ടോബർ 13 എന്നത് GV രാജയുടെ ജന്മദിനമാണ്. GV രാജയുടെ ജന്മദിനമായ ഒക്ടോബർ 13 സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകനും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റുമായിരുന്ന വ്യക്തി ആര്? ട്രാവൻകൂർ സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപകനും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റും ആയിരുന്ന വ്യക്തി ആര്? ഉത്തരം GV രാജ. ഉത്തരം GV രാജ. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 1974. 1974. അടുത്ത ചോദ്യം, കേരളത്തിലെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? കേരളത്തിലെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ഉത്തരം GV രാജ പുരസ്കാരം. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക്. അടുത്ത ചോദ്യം, 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി. 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി PR ശ്രീജേഷ്. PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി താരം ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിച്ച ആദ്യ മലയാളി താരം ആരാണ്? ഉത്തരം ടിനു യോഹന്നാൻ. ഉത്തരം ടിനു യോഹന്നാൻ. അടുത്ത ചോദ്യം, ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ഏക മലയാളി താരം ആരാണ്? ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ഏക മലയാളി താരം ആരാണ്? ഉത്തരം ശ്രീശാന്ത്. ഉത്തരം ശ്രീശാന്ത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലെ ആദ്യ സ്റ്റേഡിയം ഏതാണ്? അന്താരാഷ്ട്ര ഏകദിന മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച കേരളത്തിലെ ആദ്യ സ്റ്റേഡിയം ഏതാണ്? ഉത്തരം യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയം. യൂണിവേഴ്സിറ്റി ക്രിക്കറ്റ് സ്റ്റേഡിയം. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? ഉത്തരം വയനാട്ടിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. വയനാട്ടിലെ കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന മലയാളി ആരാണ്? ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന മലയാളി ആരാണ്? ഉത്തരം PR ശ്രീജേഷ്. PR ശ്രീജേഷ്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? ഉത്തരം CK ലക്ഷ്മണൻ. CK ലക്ഷ്മണൻ. ഇദ്ദേഹം പങ്കെടുത്തത് 1924 പാരീസ് സമ്മർ ഒളിമ്പിക്സിലാണ്. 1924 പാരീസ് സമ്മർ ഒളിമ്പിക്സിലാണ് CK ബാലകൃഷ്ണൻ പങ്കെടുത്തത്. 1924 പാരീസ് സമ്മർ ഒളിമ്പിക്സിലാണ് CK ലക്ഷ്മണൻ പങ്കെടുത്തത്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം PT ഉഷ. ഉത്തരം PT ഉഷ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ്? ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം PT ഉഷ. ഉത്തരം PT ഉഷ. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആരാണ്? ഉത്തരം PT ഉഷ.
ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റും PT ഉഷയാണ്. അടുത്ത ചോദ്യം, പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി താരവും പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും PT ഉഷയാണ്. പത്മശ്രീ ലഭിച്ച ആദ്യ മലയാളി കായിക താരവും പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും PT ഉഷയാണ്. ഇന്ത്യയുടെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. ഇന്ത്യയുടെ ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്നത് PT ഉഷയാണ്. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ദി ഗോൾഡൻ ഗേൾ എന്നാണ്. PT ഉഷയുടെ ആത്മകഥയുടെ പേര് ദി ഗോൾഡൻ ഗേൾ. അടുത്ത ചോദ്യം, PT ഉഷയുടെ പരിശീലകനും 2021 പത്മശ്രീ അവാർഡ് ജേതാവുമായ വ്യക്തി ആരാണ്? PT ഉഷയുടെ പരിശീലകനും 2021 പത്മശ്രീ അവാർഡ് ജേതാവുമായിരുന്ന വ്യക്തി ആര്? ഉത്തരം OM നമ്പ്യാർ. OM നമ്പ്യാർ. അടുത്ത ചോദ്യം, ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ വ്യക്തിയും മലയാളിയും ആരാണ്? ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ വ്യക്തിയും മലയാളിയുമായ വ്യക്തി. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ വ്യക്തിയും മലയാളിയും OM നമ്പ്യാർ തന്നെയാണ്. അടുത്ത ചോദ്യം, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ. അടുത്ത ചോദ്യം, PT ഉഷ കോച്ചിംഗ് സെന്റർ എവിടെയാണ്? PT ഉഷ കോച്ചിംഗ് സെന്റർ എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്താണ് PT ഉഷ കോച്ചിംഗ് സെന്റർ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് സെമിഫൈനലിൽ എത്തിയ ആദ്യ മലയാളി താരം ആരാണ്? ഒളിമ്പിക്സ് സെമിഫൈനലിൽ എത്തിയ ആദ്യ മലയാളി താരം. ഉത്തരം ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയേന്തിയ ആദ്യ വനിത. ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകയേന്തിയ ആദ്യ വനിത. ഉത്തരം ഷൈനി വിൽസൺ. ഉത്തരം ഷൈനി വിൽസൺ. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ അത്ലറ്റും ഷൈനി വിൽസൺ ആണ്. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ഇന്ത്യൻ അത്ലറ്റും ഷൈനി വിൽസൺ ആണ്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം ആരാണ്? ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം ആരാണ്? ഉത്തരം സെബാസ്റ്റ്യൻ സേവ്യർ. ഉത്തരം സെബാസ്റ്റ്യൻ സേവ്യർ. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ കേരളീയൻ ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ കേരളീയൻ ആരാണ്? ഉത്തരം സുരേഷ് ബാബു. ഉത്തരം സുരേഷ് ബാബു. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം മലയാളിയായ അഞ്ജു ബോബി ജോർജ്. ഉത്തരം മലയാളിയായ അഞ്ജു ബോബി ജോർജ്. അടുത്ത ചോദ്യം, ലോക അത്ലറ്റിക്സ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏക ഇന്ത്യൻ വനിത. ലോക അത്ലറ്റിക്സ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഏക ഇന്ത്യൻ വനിത. ഉത്തരം അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം TC യോഹന്നാൻ. ഉത്തരം TC യോഹന്നാൻ. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ഏഞ്ചൽ മേരി ജോസഫ്. ഏഞ്ചൽ മേരി ജോസഫ്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ഉത്തരം MD വത്സമ്മ. MD വത്സമ്മ. അടുത്ത ചോദ്യം, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത KM ബീനാമോൾ. KM ബീനാമോൾ. അടുത്ത ചോദ്യം, ദേശീയ ഗെയിംസിന് ആദ്യമായി കേരളം വേദിയായ വർഷം ഏതാണ്? ദേശീയ ഗെയിംസിന് ആദ്യമായി കേരളം വേദിയായ വർഷം ഏതാണ്? ഉത്തരം 1987. 1987. അടുത്ത ചോദ്യം, 2015 കേരളത്തിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസ് എത്രാമത്തേതായിരുന്നു?
2015 കേരളത്തിൽ വെച്ച് നടന്ന ദേശീയ ഗെയിംസ് എത്രാമത്തേതായിരുന്നു? ഉത്തരം 35. അടുത്ത ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം ഏതാണ്? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടുമ്പോൾ കേരളത്തിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഉത്തരം TKS മണി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന മലയാളി താരം ആരാണ്? ഇന്ത്യൻ ഫുട്ബോളിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? ഉത്തരം IM വിജയൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീം ഏതാണ്? ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ടീം ഏതാണ്? ഉത്തരം കേരള ബ്ലാസ്റ്റേഴ്സ്. അടുത്ത ചോദ്യം, അർജുന അവാർഡ് ആദ്യമായി ലഭിച്ച മലയാളി ആരാണ്? അർജുന അവാർഡ് ആദ്യമായി ലഭിച്ച മലയാളി ആരാണ്? ഉത്തരം C. ബാലകൃഷ്ണൻ. പർവ്വതാരോഹണത്തിനാണ് C. ബാലകൃഷ്ണന് അർജുന അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം, അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത? ഉത്തരം KC ഏലമ്മ. KC ഏലമ്മ വോളിബോൾ താരമായിരുന്നു. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി അത്ലറ്റ് ആരാണ്? ഉത്തരം TC യോഹന്നാൻ. അടുത്ത ചോദ്യം, ദേശീയ വോളിബോൾ ക്യാപ്റ്റനായ ആദ്യ മലയാളി താരം ആരായിരുന്നു? ഉത്തരം ജിമ്മി ജോർജ്.